കേട്ടെ, സിസ്റ്ററെ ആക്സിഡന്റ് നിമിത്തം കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? മടക്കാൻ പറ്റൂല. സിസ്റ്ററുടെ വീഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, എല്ലാവരും കാണാൻ കണ്ടു. ഇതുപോലെ വീഡിയോ കാണിക്കുവാണെങ്കിൽ നമുക്ക് അനേകർക്ക് ഇതൊരു അനുഗ്രഹമാണ്, അനേകർക്ക് ഇത് കാണുന്നവർക്ക് ഇതൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ 3 വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ് നിമിത്തം കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. സിസ്റ്ററെ ഇപ്പം നമ്മൾ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കാല് നേരെയാക്കി മടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? മടക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്റർ. പറ്റുന്നുണ്ട് ഇപ്പം. മടക്കിയിരുന്നു. ഇപ്പൊ സിസ്റ്റർക്ക് കാല് നേരെ മടക്കാൻ പറ്റിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർക്ക്? പറ്റുന്നുണ്ടോ കാല് മടക്കാൻ? കാല് മടങ്ങിട്ടാ ഇരിക്കുന്നത് പാസ്റ്റർ. ഇപ്പൊ സിസ്റ്റർക്ക് എന്തോ പറ്റിയത് പ്രാർത്ഥിച്ചപ്പം? പ്രാർത്ഥിക്കുമ്പോൾ കാല് മടക്കാൻ പറ്റാത്ത കാല് ഞാൻ മടക്കി ഇരുന്നിട്ടുണ്ട് മടങ്ങിട്ട്. അതായത് മടക്കാൻ പറ്റാത്ത കാലായിരുന്നു, 3 വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായതാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാല് മടക്കി അല്ലേ? മടക്കി പാസ്റ്റർ. കർത്താവെ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഭാഷകളുടെ പരിമിതി ഉണ്ടായിട്ടും പ്രിയ സഹോദരി അത് കേട്ടു. കർത്താവിന്റെ നാമത്തിൽ 3 വർഷമായിട്ട് മടക്കാത്ത കാലിന്ന് മടക്കി യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ തെളിവ് കണ്ടോ? യേശു ക്രൂശിൽ ചെയ്തതിന്റെ തെളിവ് കണ്ടോ? സഹോദരി പറഞ്ഞതുപോലെ മടക്കാൻ പറ്റാത്ത കാലിനോട് പറഞ്ഞ പിശാചേ നീ ഇറങ്ങുക, യേശു വില കൊടുത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്തയാള് രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പൊ നിർത്തരുത്, പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? പറഞ്ഞോ. അടുത്തയാള് ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് വായിച്ച ബൈബിള് ഒന്ന് കേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. അടിപ്പിണരുകളാൽ സൗഖ്യം നടക്കും എന്നതിന്റെ തെളിവാ പ്രിയരെ. നമ്മൾ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് വെറുതെ നടക്കരുത് കേട്ടോ ബ്രദറെ. എന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രൂഫ് അല്ല, ഞാൻ വിശ്വാസി ആയതിന്റെ പ്രൂഫ് അല്ല, എന്റെ വിശ്വാസത്തിന്റെ പ്രൂഫാ ബൈബിള്. അടുത്തയാള് ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തയാള് നോക്കിക്കേ. മറ്റാരെങ്കിലും പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ അവിടെ? ഉറക്കെ പറയാ സിസ്റ്ററെ. കേൾക്കുന്നില്ല സിസ്റ്ററെ? ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? ഹെഡ്സെറ്റ് അതിന്റെ ആയിരിക്കും സൗണ്ട് കുറവ്. കഴിഞ്ഞ ദിവസം ബ്രദറ് തലയിൽ വിങ്ങനുള്ളവര് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ തല കൈവച്ച് പ്രാർത്ഥിച്ചു. 3-4 ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ച തലയുടെ ഉള്ളിൽ രാത്രി ഇരുന്ന് വിങ്ങും. എനിക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഒന്നും പറഞ്ഞില്ല, ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചു. ഉറങ്ങി എഴുന്നേറ്റിട്ട് വേദന ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് സാക്ഷ്യം പറയാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും തലവേദന വിങ്ങലുണ്ടായിരുന്നില്ല. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം തന്നതിന് നന്ദി കർത്താവേ. പ്രിയമുള്ള പറഞ്ഞ പോലെ തന്നെ ഉറങ്ങി എണീറ്റിട്ട് നോക്കിയപ്പോഴേക്കും അവിടെ കർത്താവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിൽ നിന്ന് അത്ഭുതം വന്നു കഴിഞ്ഞു. ആ സൗഖ്യത്തെ കണ്ടു കഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ മ്യൂട്ട് മാറ്റിവര് പറയാൻ വേണ്ടിയുള്ളവർ വല്ല ആണോ? പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് പാസ്റ്റർ ആദ്യം പ്രാർത്ഥിച്ചപ്പം അന്നേരം വിടുതൽ കണ്ടു, പിന്നെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ പാസ്റ്ററെ കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു അന്നേരം തന്നെ എനിക്ക് സൗഖ്യം വന്നിരുന്നു. കാരണം ഡിസ്ചാർജ് വരുന്നെന്ന് ഞാൻ പറഞ്ഞ സ്മെല്ലോടുകൂടി. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിട്ടുമാറി. ഞാൻ പിന്നെ വിട്ടുകൊടുത്തില്ല. എനിക്ക് പരിപൂർണ വിടുതൽ തന്നെ കിട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്ത് അതിന് പരിപൂർണ വിടുതൽ ദൈവം തന്നു. എന്റെ യേശു പൂർണ്ണ സൗഖ്യം അല്ലേ? 6 മാസമായിട്ട് ഇതുണ്ടായിരുന്നു ഇങ്ങനെ. എന്റെ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? ഈ നിമിഷം രോഗികളായിരിക്കുന്നവർ വചനം പറഞ്ഞ് കൈവച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ശേഷം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. പറയാൻ വേണ്ടിയാണോ? നോക്കിക്കേ, എൻ്റെ ഉള്ളത്തെ കർത്താവ് സോമരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, ഒരനുഗ്രഹത്തെ റിലീസ് ചെയ്യുവാൻ എൻ്റെ ഉള്ളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. സോമരാജ് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ? സോമരാജുമായി ബന്ധപ്പെട്ടത്. ഇന്ന്
സൂമിലോ ലൈവിലോ സോമരാജ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ എന്താണോ അതുമായിട്ടുള്ള കണക്ഷൻ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു ഡെലിവറൻസിന്റെ സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. നന്ദി കർത്താവ്, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നടക്കാൻ വേണ്ടി പോവാ. ഇന്ന് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ സോമരാജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയായിട്ട് കണക്ഷൻ ഉള്ളത്, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുക, ദൈവത്തിന്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുക. ഇന്ന് സൂമിലാണെങ്കിൽ ഈ മ്യൂട്ട് മാറ്റി ഒരു പറയാൻ വേണ്ടി വല്ലവരുമാണോ? ബ്രദറെ, സോമരാജൻ എന്ന് പറഞ്ഞ എന്റെ നാത്തൂന്റെ ഹസ്ബൻഡാണ്. പക്ഷെ നാത്തൂനും ഹസ്ബൻഡും മരിച്ചുപോയി. ഇവർ രണ്ടുപേരും മരിച്ചതാ? ആ, ഇവരുടെ ഭവനത്തിൽ ആരാ ഇപ്പൊ ഉള്ളത്? ഒരു മോളേ ഉള്ളൂ. ആ വീട്ടിലെ ആള് താമസമില്ല. ഇവരെങ്ങനെയാ മരിച്ചത് സിസ്റ്ററെ? ആ പുള്ളിക്കാരന് അറ്റാക്ക് വന്നു. ആ നാത്തൂന് എന്തോ ഒരു ക്യാൻസർ പോലത്തെ ഒരു രോഗമായിരുന്നു. ഓ ലോർഡ് ജി. ഇപ്പൊ ആ മകള് മാത്രമേ വീട്ടിലുള്ളൂ? ആ വീട്ടിലില്ല, അവളെ കൊണ്ടുപോയ വീട്ടില. ഓ, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. സോമരാജിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിനകത്ത് കർത്താവ് മരണശക്തികളെയും തകർച്ചകളെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുന്നപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എല്ലാ മരണവും സാധാരണമല്ല. ചില മരണത്തിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നതിന്റെ അടുത്തയാളെ ഉന്നം വെച്ച് നിൽക്കുന്നതിന് ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടിക്കളയുന്നപ്പ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും രോഗികൾ എന്റെ കൂടെ പറയാവോ? യേശുവിന്റെ അടിപ്പിണരുകളാൽ കർത്താവിന്റെ സാക്ഷ്യമുള്ളവരും സാക്ഷി നടക്കുന്നവര് ചെക്ക് ചെയ്യുന്നവര് വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നില്ല, ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവിന് 2 ശുശ്രൂഷ നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അതോടൊപ്പം തന്നെ മെയ് മാസം 7-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. മെയ് മാസം 7-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ഭവനം. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സൈൻ പോലെ ഞാൻ കാണുവാണ്. ഈ കറുത്ത ഒരു ഉടുപ്പ് പോലെ കവർ ചെയ്തൊരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സാധനം ആ ഭവനത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. മെയ് 7-മായി ബന്ധപ്പെട്ടത് ആരാണ്? ഏത് ഭവനത്തിന്റെ അകത്താണോ ഈ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഉള്ളത്? മെയ് 7. ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊന്നും ചില ദുഷ്ടപിശാചിന്റെ പ്ലാനുകൾ ഇന്ന് ക്യാൻസൽ ആകാൻ വേണ്ടി പോവാ. ഇന്ന് കുഞ്ഞാണ്. വേറെ ആരാ മെയ് 7? ഞാൻ മെയ് 7ആണ്. ബ്രദർ മെയ് 7ആണ്. മോളുടെ കുഞ്ഞ് മെയ് 7 പറഞ്ഞത് അല്ലേ സിസ്റ്ററെ? എന്റെ വൈഫും മെയ് 7-നാണ്. ഇനി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ള മെയ് 7-കാരൻ ആരാ? ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ള മെയ് 7, ജോർജ്, ഈ പേരുമായിട്ട് കണക്ഷൻ ഉള്ള വ്യക്തി ആരാ? മെയ് 7 തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണക്ഷൻ ഞാൻ കാണുന്നു. അമ്മയുടെ ആങ്ങളുടെ പേര് ജോർജ് എന്നാണ്, പക്ഷെ ആൾ മരിച്ചു പോയതാണ്. അമ്മയുടെ ആങ്ങളുടെ പേരാ? നമ്മുടെ കുടുംബം അല്ലേ? അമ്മയുടെ ആങ്ങളെയാണ് ജോർജ്. അമ്മയുടെ ആങ്ങളെയാണ്. അതെ. ഈ ജോർജ് ഇപ്പൊ ആളില്ല, മരിച്ചു പോയിരിക്കുക അല്ലേ? മരിച്ചുപോയി. ജീസസ് ക്രൈസ്റ്റ്. ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന് ഒരു അടയാളം കാണിക്കുന്നു. അവിടെ ഞാനൊരു ഈ ഒരു അടയാളം കൂടെ കർത്താവ് എന്നെ ഇങ്ങനെ കാണുവാണ്. അതായത് ഞാൻ ഈ മോനായി എന്ന് വിളിക്കുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മോനായി എന്ന് വിളിക്കുന്ന ഒരു പേര്, ഇങ്ങനെ ഒരു പേരുകാരനെ ആ ഭവനത്തിലോട്ട് കർത്താവ് അയക്കുന്നതായിട്ടൊരു സൈൻ. ഇത് അദ്ദേഹത്തെ വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരാണോ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ഈ ഭവനത്തിലോട്ട് വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഇതൊന്ന് കുറിച്ച് വെച്ചോണേ. നിങ്ങളുമായിട്ടാണ് ഈ ആലോചന കർത്താവ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ആ ഭവനത്തിലേക്ക് വരും കേട്ടോ. മോന എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിലേക്ക് വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് ആ ഡെലിവറൻസിനെ സ്വീകരിച്ചോണേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങ് അയക്കുന്നല്ലോ. അപ്പൊ എല്ലാവരും ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വ്യത്യാസമുള്ള ആളുകൾ മറ്റാരെങ്കിലും ഉണ്ടോ?
ഒന്ന് ചെക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? പ്രിയരെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ മ്യൂട്ട് മാറ്റി പ്രഖ്യാപിക്കണ്ട. ഈ തെളിവും പിടിച്ചുകൊണ്ട് അവകാശം പ്രാപിച്ച സൗഖ്യത്തെ, ആ അത്ഭുതത്തെ എനിക്ക് എന്റെ ശരീരത്തിൽ കാണും. ചെക്ക് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റു പറയണ്ട, മ്യൂട്ട് മാറ്റി പറയരുതേ. അകത്തിരുന്നുകൊണ്ട് പറയണം, നിങ്ങൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് പറയണേ. എന്നിട്ട് ചെക്ക് ചെയ്യണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ സ്ഥലം 18.5 സെന്റ് ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. 18.5 സെന്റ് സ്ഥലം. ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുക. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക്, 18.5 സെന്റ് സ്ഥലമാണത്. അതുമായി ബന്ധപ്പെട്ട ഒരു കുരുക്ക് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ജനുവരിയിലാണ് ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഈ വിഷയങ്ങൾ മുഴുവൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അത് ഏത് കുടുംബമാണോ അത്, ഈ 18 സെന്റ് സ്ഥലവും ജനുവരി മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള ഭവനം ഏതാണോ അത്, ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് ആ വ്യക്തിയുടെ മേലുണ്ടാകുന്നൊരു ഡെലിവറൻസ് മുഴുവൻ ഭവനത്തിന്റെ അകത്തും കാണുന്ന രീതിയിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. എന്റെ പപ്പായാണ് ബ്രദർ. പപ്പായാണ് ജനുവരിയിൽ ജനിച്ചത്. ഈ സ്ഥലം 20 അതിപ്പോ എന്തോ വേറെ എന്തോ ഒരു ഇത് വന്നിട്ട് ഇപ്പൊ 18.5 നിക്കാണ്. കണ്ടോ? കറക്റ്റ് 18.5 അല്ലേ സിസ്റ്ററെ? ആ കുരുക്കിൽ കിടക്കുകയാണ് ഇപ്പോഴും. പപ്പായ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. പപ്പായ്ക്കകത്ത് വന്ന് ഈ വിഷയം ഇങ്ങനെ പപ്പായുമായിട്ട് കേന്ദ്രീകരിച്ചാണ് ഈ വസ്തു കുരുക്കി കിടക്കുക. ജനുവരി മാസമാണോ പപ്പ ജനിച്ചിരിക്കുന്നത്? അതെ, ജനുവരി 4. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പിശാചിന്റെ പ്രവൃത്തി ഇപ്പൊ അഴിയുക കേട്ടോ. ആ ഭവനത്തിന്റെ അകത്ത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുരുക്കിന്ന് അഴിയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചെ, ഭവനത്തിന്റെ മേലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം കേറും കേട്ടോ. അത്ഭുതം കേറും. അത്ഭുതകരമായ പ്രവൃത്തി അവിടെ നടക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ റിലീസ് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ്, ഏറ്റെടുത്ത സിസ്റ്ററെ, ദൈവത്തിന്റെ അത്ഭുതം നടക്കും കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതത്തെ കർത്താവ് ചെയ്തല്ലോപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിച്ച എല്ലാവരും കർത്താവെ എന്നെ ആഴമായി തൊടണേ കർത്താവെ, എന്നോട് ആഴമായി സംസാരിക്കണേ കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ജീസസ്. വലിയൊരാത്മാവിന്റെ പകർച്ചയെ ഞങ്ങൾ സ്വീകരിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റബിനിയ ലസ്വഫ്ര കറ്റീമ ഗസ്ബാന ഹൽബീരി അന്തിരി സോഫഹറബല ഹസ്ബനാതിരി ബിരി 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 ബറബ ഷകന റകല ബർകന റബിനിയ സ്വകേന ലബിരി അന്തിരി മസാകന സോഫ റാബി ഹുബ റാലിയ മഗാനിയ സകിനിയ 6301 ഈ നമ്പരുമായിട്ട് 6301 വേഗത്തിൽ ടൈപ്പ് ചെയ്താവോ. 6301 ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. 6301. ഇത് രണ്ടായിട്ടല്ല, ഒരുമിച്ചാണ് ഈ നമ്പര്. 6301 ഈ നമ്പര് ഒരുമിച്ച് കിടക്കുന്ന ഒരു ഡയലോഗ്, ആ ഒരുമിച്ച് കിടക്കുന്ന എന്തോ ഒരു കാര്യം, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യത്തിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി 6301 അതാരുമായിട്ട് ബന്ധപ്പെട്ട നമ്പരാണോ അത്, ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് സൂമിലോ ലൈവിലോ ആ നമ്പരുമായിട്ട് എന്താണോ കണക്ഷൻ, ഇപ്പോൾ തന്നെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അത്ഭുതകരം ആമേൻ പറഞ്ഞ് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് അതിന്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറയാൻ വേണ്ടിയാണ്. പറയാനാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണവേ? 6301 പ്രൈസ് ലോർഡ് ബ്രദർ. 6301 ഞാൻ എന്റെ എന്റെ ഫോണിൽ ഞാൻ അടിച്ചു നോക്കിയപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്ത ഇപ്പോൾ ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു പ്രണീത എന്ന് പറഞ്ഞൊരു കുട്ടി
നമ്പറാണ് എന്റെ ഫോണിൽ അടിച്ചു വന്നത്. കൂട്ടുകാരിയാ? കൂട്ടുകാരിയാ. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററെ, ഇന്ന് കർത്താവിനുള്ളതേ പറയുന്ന ഒരു ഗുഡ് ന്യൂസ് അതുമായിട്ട് കേൾക്കാൻ വേണ്ടി പാവമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ചില നിയോഗങ്ങളെ കർത്താവ് തരുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ട പിശാചിന്റെ പ്ലാനുകൾ ഇന്ന് തകരട്ടെ. ദൈവാത്മാവിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കൽപ്പന എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നുള്ളതിലേക്ക് നിർബന്ധം പറയാം. കൽപ്പന, ഈ കൽപ്പനയുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഞാനിത് റിലീസ് ചെയ്യുന്നപ്പ നന്മ അവിടെ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. കൽപ്പനയുമായി ബന്ധപ്പെട്ടൊരു ഗുഡ് ന്യൂസിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. ദൈവം പൊതിഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുത സാക്ഷ്യമായി കൽപ്പന മാറാൻ വേണ്ടി പോവാ. ആരാണോ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വേഗത്തിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, റിലീസ് ദ പവർ, റിലീസ് ദ അനോയിന്റിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മ്യൂട്ട് മാറ്റി ഒരു പറയാൻ വേണ്ടി വല്ലവരുമാണോ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട്? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കൽപ്പന. അതെ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ നേടുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. അവകാശമാക്കി തമ്പുരാൻ തരാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വേദനയാൽ ഭാരപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇന്നൊരു സൗഖ്യം എനിക്ക് കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ അകത്തൊരു അത്ഭുതം ലഭിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് മാറ്റാവോ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. എന്റെ കാല് നീരും വേദന മുറിവൊക്കെ ആയിരുന്നു. കാല് മടക്കാനോ ഒന്നും പറ്റും. ഞാൻ വടി കുത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ എന്റെ കാല് മടക്കുകയും ചെയ്യാൻ നീരുമില്ല ഇപ്പൊ അവിടെ. ഇപ്പൊ വടി കുത്താൻ പറ്റുമോ അതോ വടി വേണോ? വടി വേണ്ട. ഓ എന്റെ യേശു. എല്ലാരും ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, സഹോദരി പറഞ്ഞു കേട്ട്, കാലയില് നീരും മുറിവും വേദനയുമായിട്ടല്ലേ എത്ര നാള് സിസ്റ്റർ ഇത് അനുഭവിച്ചതായിരുന്നു? എന്ന് തുടങ്ങിയതായിരുന്നു? 5 ദിവസമായി. 5 ദിവസമായിട്ട് ഈ വടിയും കുത്തിയായിരുന്നു നടപ്പല്ലേ? കർത്താവ് നീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ രണ്ടും പറ്റിപ്പോയി, നീരുമെല്ലാം എല്ലാം പറ്റിപ്പോയി. ഇപ്പൊ എന്നിട്ടിട്ട് ഇരിക്കാം, ഓടാം, എല്ലാം ചെയ്യാം. കർത്താവിന്റെ കൃപ കൊണ്ട്. പിശാചിന്റെ ആഗ്രഹം വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കുക, ഈ നീരും പിടിച്ചു നടക്കുക. പക്ഷെ ഒറ്റയടിക്ക് നമുക്കറിയാം നീരൊന്നും ഒരിക്കലും ഒറ്റയടിക്ക് പറ്റിപ്പോകത്തില്ല. പക്ഷെ യേശു തൊട്ടാൽ, ഇത് നമ്മുടെ തെളിവുണ്ട് കേട്ടോ, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്ന തെളിവ് വെളിപ്പെടുത്തിയാൽ നീര് പറയും ഞാൻ കടലിൽ ചാടി പോവാം. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക നമ്മള്. നീര് വറ്റിപ്പോയി, വേദന വടി കുത്തി നടന്ന ആള് പറയും ഇപ്പൊ ഓടാൻ പറ്റും, ചാടാൻ പറ്റും, നടക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, ആ തെളിവും വെച്ചോണ്ട് ചെക്ക് ചെയ്തേ. യേശുവിന്റെ അതെ, കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. 1 മാസത്തോളമായി നീരും വേദനയും. അതുപോലെ ഉപ്പൂറ്റിക്ക് ഭയങ്കര നീരായിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുട്ടിന്റെ വേദനയും മാറി, നീരും കുറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ്, നിങ്ങൾ കേട്ടെ, ഇത്രയും നേരം വേദനയായിരുന്നു, നീരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തെളിവ്, അതാ ഞാൻ പറഞ്ഞ പ്രൂഫ്, തെളിവ് അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ നീരും കുറഞ്ഞു, വേദന പൂർണ്ണമായിട്ട് മാറി സിസ്റ്ററെ. പൂർണ്ണമായിട്ട് മാറി. കണ്ടോ? പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഹീലായി. ഇതാണ് യേശുവിന്റെ നാമത്തിൽ. തെളിവും വെച്ചോണ്ട് വേണം പറയാൻ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. അടുത്തയാള് ചെക്ക് ചെയ്തേ, ചാടി ചെക്ക് ചെയ്തേ. അടുത്തയാള് ആ തെളിവ് ദൈവസന്നിധിയിൽ കാണിച്ചവരെന്ന് വീണ്ടും നോക്കിക്കേ. അടുത്തയാള് അതിന് എന്റെ ലെഫ്റ്റ് മുട്ടിനും അതുപോലെ 2-3 ദിവസം കൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോഴും വേദനയായിരുന്നു. ഇപ്പോൾ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം ലഭിച്ചു. നേരത്തെ ഡോക്ടർ തേയ്മാനം ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കുറച്ച് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ ആ വേദന നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, നല്ല വേദനയായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറുമ്പോ വേദനയായിരുന്നു. ഇപ്പൊ
ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നടന്നും ഒക്കെ നോക്കിയപ്പോ ഇപ്പൊ എനിക്ക് വേദന അവിടെ ഇല്ല. ഓ എന്റെ യേശു, നിങ്ങൾ കേട്ടെ, ഡോക്ടർ പറഞ്ഞതാണ് മുട്ടിന് തേയ്മാനമാണ്, നടക്കുമ്പോൾ മുട്ടിന്റെ അവിടെ സൗണ്ട് ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ കൺഫേം ചെയ്തത് തേയ്മാനം, അതിൽ ചുമ്മാ വേദനയല്ല, കൺഫേം ചെയ്തതാണ് തേയ്മാനമാണ്, മുട്ട് തേഞ്ഞിരിക്കുന്നു, വേദനയാന്ന്. ഇപ്പൊ സിസ്റ്റർ നടന്നു നോക്കിയിട്ട് വേദനയില്ല, ഇല്ല ഇപ്പൊ വേദന ഇല്ല. തൊട്ട് നോക്കിയിട്ട് വേദനയില്ല. ഇല്ല. യേശുവിന്റെ നാമത്തിൽ കണ്ടോ പ്രിയരെ, തെളിവ് വെച്ചോണ്ട് പറയണം, ഇതെനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അദൃശ്യ ലോകത്തിലെ ദൈവരാജ്യത്തിൽ നിന്നും പിടിച്ചെടുക്കുക, തെളിവ് കാണിക്കുക. പിശാചിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല, തെളിവുള്ളവനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് അത്ഭുതം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അടുത്തയാള് തെളിവുള്ള ആരാ ഉള്ളത്? ചെക്ക് ചെയ്തേ, ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റി നോക്കിയോ? നിങ്ങള് വായിച്ചു നോക്കിയോ? ബൈബിള് വായിച്ചേ. ഇരുമതിൽ ബൈബിൾ വായിക്കാനൊക്കെ നമുക്ക് ആൾക്കാർ വേണം. ചെക്ക് ചെയ്തേ. ആ മറ്റാരെങ്കിലും ഇപ്പൊ തെളിവായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേ, രോഗികളായിരിക്കുന്നവർ പറഞ്ഞേ, കൈ വെച്ചോണ്ട് പറഞ്ഞേ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം, എന്റെ വേദന യേശു വഹിച്ചതാ, കറക്റ്റാണ്, യേശുവിന്റെ രോഗം വഹിച്ചതാ, അതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. പറ, സൗഖ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, കൽപ്പിച്ചേ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പിടിച്ചെടുക്കുക. ആ ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ പറഞ്ഞുകൊണ്ടിരുന്നേ, നിർത്തരുതേ. ഇപ്പൊ ഞാൻ ചോദിക്കും അടുത്തത്. ഇനി കേട്ടെ, എന്നുള്ളത് കർത്താവ് ഒരു ചിത്രം കാണിക്കും, ഒരു റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഒരു ബുക്ക്. അതൊരു മേശപ്പുറത്ത് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുക, നേരെ വെച്ചേക്കുവല്ല, ചെരിഞ്ഞു കിടക്കുക. അതിന്റെ വശത്ത് തന്നെ ഒരു വാച്ചു ഞാൻ കാണുന്നു. ഈ റോസാപ്പൂവിന്റെ ചിത്രമുള്ള ബുക്കുള്ള ഈ മേശയുടെ അടുത്ത് തന്നെ ഞാനൊരു വാച്ച് കാണുവാണ്. വാച്ച് ഊരി വെച്ചിരിക്കുകയാണ്. ആ വാച്ചിന്റെ ഉടമസ്ഥനെ കർത്താവ് തൊടുകയാണ്. ഇപ്പോൾ തന്നെ ഏത് വീട്ടിലാണോ ഈ അടയാളം കിടക്കുന്നത്, റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഈ ബുക്കും അതിനോട് ചേർന്നിരിക്കുന്ന വാച്ചും കിടക്കുന്ന വീട്, ഞാനിപ്പോൾ ആ ഭവനത്തിന്റെ അകം കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഉടമസ്ഥനെ കർത്താവ് ഇപ്പൊ തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ആരാണോ അത്, ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ. ഓ റാസ്പേറ്റേരിയ, ഇപ്പോ തന്നെ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ? വേഗത്തിൽ ആ മ്യൂട്ട് മാറ്റി പറയാനാണോ? അയ്യോ, പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത പ്രിയരെ. ബ്രദറെ, കയ്യിൽ കെട്ടുന്ന വാച്ചാണ് ഞാൻ മേശന്റെ മേലെ വെച്ചിരിക്കുന്നത് ബ്രദറെ. സിസ്റ്ററുടെ വാച്ചാണോ അത്? എന്റെ വാച്ചാ അത്. ആ ബുക്ക് അവിടെ ഉണ്ടോ? പുസ്തകമുണ്ട്, ബൈബിൾ ഉണ്ട്, ബൈബിളിന്റെ മേലെ വെച്ചിരിക്കുന്നത്. ബൈബിൾ ഉണ്ട്, ഒരു ബുക്കും ഉണ്ട് അവിടെ. ഈ റോസാപ്പൂ പോലത്തെ ചിത്രമുള്ളതാണോ അത്? അതിന്റെ മുകളിലെ ചിത്രമാണ് ഞാൻ ചോദിക്കുന്നത്. റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഒരു ബുക്ക്, അതിനോട് ചേർന്ന് നിൽക്കുന്ന വാച്ച്. ശ്രദ്ധിച്ചു കേട്ടോടെ അടയാളവേ, ആ ഭവനത്തിന്റെ അകത്തെ വ്യക്തിയോടാണ് ഞാനിത് പറയുന്നത്. അതാരാണോ ആ വ്യക്തിയോട് കർത്താവിനെ സംസാരിക്കുകയാണ്. ഇന്ന് ആ ശരീരത്തിന്റെ അകത്തും ജീവിതത്തിന്റെ അകത്തും ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ലോർഡ് ജീസസ്. അതാണോ സിസ്റ്ററുടെ വീട്? അതാരാണോ അവര് മാത്രം മ്യൂട്ട് മാറ്റുക. വീടിന്റെ അകത്ത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റുക, ഇല്ലെങ്കിൽ ആമേൻ പറയുക. സ്വാതന്ത്ര്യം ഉള്ളവര് ആണ് കേൾക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ. കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ ഏറ്റെടുത്ത്, എന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, എന്റെ കർത്താവെ ഞങ്ങളുടെ അത്ഭുതം അവിടെ വ്യാപരിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം തന്നെ അത്ഭുത രോഗസൗഖ്യം ശരീരത്തിന്റെ അകത്ത് പ്രാപിച്ചവരുണ്ടോ? അടുത്തയാള് ചെക്ക് ചെയ്തവരുണ്ടോ? വേദനകളുടെ മേൽ ചെക്ക് ചെയ്തവരുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ തന്നെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്റെ ശരീരത്തിന്റെ അകത്ത് അനുഭവിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നിർത്തരുത്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ആ തെളിവും പിടിച്ചോണ്ട് പറ, ഇത് മേടിച്ചോണ്ടേ ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ. അദൃശ്യ ലോകത്തിൽ നിന്നും എന്റെ സൗഖ്യം ഞാൻ മേടിക്കും. എങ്ങനെയാണെന്നറിയാവോ? തെളിവുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ. ഓ ലോർഡ് ജീസസ്. ഇതിനുശേഷം ഞാൻ പിന്നെയും ചോദിക്കുക, ചെക്ക് ചെയ്തവര് എന്താണോ നടന്നോ ചാടിയോ തുള്ളിയോ ഒക്കെ നോക്കുക, തിരിച്ചു മറിച്ച് നോക്കുക. ഇനി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. പ്രൂഫുമായിട്ട് ഒന്ന് സാക്ഷ്യം പറയണം.
ഇതിനിടയ്ക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞോണേ. എന്നെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞോണേ, ബ്രദറെ എനിക്കൊരു സൗഖ്യം നടന്നു, ധൈര്യമായിട്ട് പറഞ്ഞോണം. ലോർഡ് ജീസസ്, ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എനിക്ക് അറിയാവുന്ന ഒരു പരിചയമുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ സമാനമായ ഒരു അടയാളമാണ് ഞാൻ കാണുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമ്പോൾ തന്നെ 2 നില ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ അകത്ത്, ആ ബിൽഡിങ്ങിന്റെ അതായത് ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വഴിയുണ്ട്. ആ റോഡിൽ നിന്നാൽ റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. കേട്ടോണേ, റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ആ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു വീട്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് കുറച്ചും കൂടെ ചെല്ലണം ഒരു വീട്ടിലോട്ട്. ഇടതുവശത്തോട്ടാണ് പിന്നെ ആ വ്യക്തിയുടെ ഭവനം. ഏത് വീടാണോ അത്, ഇന്ന് ആ ഭവനം ഏത് വ്യക്തിയുടെയാണോ, ഇന്ന് ഞാൻ വ്യക്തിയുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് പറയുന്ന ആൺ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ആ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ബ്രദർ പറഞ്ഞത് മെയിൻ റോഡിലാണ്. ബസ് നിർത്തുന്ന നേരെ ഞാൻ വലത്തെ സൈഡില് 2 നില വീടുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുകളിൽ കയറി വരുമ്പം ബ്രദർ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ വരുന്ന സമയം ആ റോഡില് നേരെ ഇടത്ത് സൈഡായിട്ടാണ് വീട്. ആൺ തലമുറയുണ്ടോ വീട്ടില്? ഒരു മോനേ ഉള്ളൂ. ഇന്ന് തമ്പുരാൻ പുതിയവാ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ദൃഷ്ടിയിൽ നിന്നും തമ്പുരാൻ പുതിയവ. അവന്റെ കണ്ണുകളെ പൊത്തി പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ടപിശാശേ, നിന്റെ ദൃഷ്ടി മാറിപ്പോകട്ടെ. മറഞ്ഞിരിക്കുന്ന ദുഷ്ടപിശാശേ, നീ എവിടെയൊക്കെ കെണി വെച്ചാലും ഞങ്ങൾ ആത്മാവിൽ അതിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാശന്റെ പദ്ധതികളെ വെട്ടിമാറ്റുന്നു. ആമേൻ പറഞ്ഞ സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അഭിഷേകം കത്തട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്തൊരു അടയാളം കാണുവാണ്. നമ്മുടെ 5 രൂപയുടെ തൊട്ടുണ്ടല്ലോ, 5 രൂപ തൊട്ട്, 5 രൂപ തൊട്ട് ഒരു ജനാലയുടെ സൈഡ് വശം, അതായത് ജനാല ക്ലോസ് ചെയ്താൽ അകത്ത് ആ ക്ലോസ് ചെയ്തതിന്റെ താഴെയായിട്ട് ഈ 5 രൂപ തൊട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക. ആ സൈഡിൽ അതിരിക്കുമ്പോൾ തന്നെ ആ ജനാല തുറന്നാൽ കാണുന്നത് ഒരു കട്ടിലാണ്. ആ കട്ടിലിന്റെ കവർ ചെയ്ത് തന്നെ ഒരു അലമാര എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു ഭവനത്തിന്റെ അകമാണ് കാണുന്നത്. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒക്ടോബർ എന്നുള്ളൊരു മാസം എന്നെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഈ അടയാളം ഇപ്പോൾ ഉള്ള ഭവനം ഏതാണോ, യേശുവിന്റെ നാമത്തിൽ ഈ തൊട്ടവിടെ ഇരിക്കുന്ന വീടിന്റെ അകം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിനെ ഓടിപ്പോയി ചെക്ക് ചെയ്ത് ആ ജനാലയുടെ സൈഡിൽ ആ 5 രൂപയുടെ തൊട്ട് വെച്ചിരിക്കുന്ന വീട് ഏതാണോ, ഇന്ന് ആ മുറി ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ബെഡ് അതായത് കട്ടിൽ കവർ ചെയ്തിട്ടാണ് മാറിയാണ് ഈ അലമാര അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏത് വ്യക്തിയുടെ ഭവനമാണ് പറഞ്ഞു ആ ഭിത്തിയോട് ചേർന്നുള്ള ജനലിന്റെ ആ പടിയേല ഈ 5 രൂപ തൊട്ടിരിപ്പുണ്ട്. മോന്റെ കട്ടിൽ അതിനോട് ചേർന്നായിരിക്കുന്നേ. അതിനോട് തൊട്ടടുത്ത് തന്നെ അലമാരിയുണ്ട്. ഈ ജനലിനോട് ചേർന്ന അലമാരിയുമുണ്ട്. ഈ 5 രൂപ തൊട്ട് 2 5 രൂപ തൊട്ടുണ്ട്. ഈ ഒക്ടോബർ മാസം എന്നെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. ഒക്ടോബർ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. എന്റെ മോൾ ഒക്ടോബറിലുള്ളതാണ്, പക്ഷെ കുടുക്കയിലാണ് 5 രൂപ തൊട്ട്. അയ്യോ, കുടുക്ക അല്ല സിസ്റ്ററെ, ജനാലയുടെ സൈഡിൽ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മാസം വലിയൊരു ദൈവ പ്രവൃത്തി അവിടെ സംഭവിക്കുക. സിസ്റ്ററെ, ഈ 5 രൂപ തൊട്ട് അവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, ഇത് 2 5 രൂപ തൊട്ടുണ്ട്. 2 5 രൂപ തൊട്ട് ജനലിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. തൊട്ട് കാട്ടിലും ഉണ്ട്. അതിനിപ്പുറത്ത് കൽമാരിയും ഉണ്ട്. ഞാൻ ഒരു 5 രൂപ തൊട്ടേ കണ്ടുള്ളൂ കേട്ടോ.
ഇത് ഇരിക്കുന്നത് ഈ ജനലിന്റെ ഇപ്പൊ പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ജനലിന്റെ പടിയല്ല എങ്ങനെ പറയുന്നത്, അതിന്റെ തട്ടെന്നല്ല പറയുന്നത്, പടി എങ്ങനെയാ നമ്മൾ പറയുന്നത്. ജനാലെ അടച്ചു കഴിയുമ്പോൾ അകത്തു നിന്നാണ് ഈ സംഭവം ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് പൊസിഷൻ അതിന്റെ. ആ പൊസിഷൻ അത് തന്നെയാ. ജനാല അടച്ചു കഴിയുമ്പോൾ അകത്ത് തന്നെ കട്ടിലിനോട് ചേർന്ന ആരുടെ കട്ടില സിസ്റ്ററെ അത്? മോന്റെ കട്ടില്. മോന്റെ കട്ടിൽ. ഈ അലമാരി അവിടെ തന്നെ ഉണ്ടോ? അലമാരി കട്ടിലിനോട് ചേർന്ന് ആ ജനലിനോട് ചേർന്നിരിപ്പുണ്ട്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ എന്നുള്ളൊരു മാസം അവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഒക്ടോബർ മാസം ഏത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒക്ടോബർ മാസത്തിന് ബന്ധം, അതിൻ്റെ അകത്ത് അതുമായി റിലേറ്റ് ചെയ്തൊരു മിറക്കിൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശു. ദൈവത്തിന്റെ അത്ഭുതം തീ ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. നോക്കണവേ, നോക്കിയിട്ട് പറയണവേ നാളെ. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ, അത്ഭുതത്തെ കണക്ട് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ഈ ചെവിയുടെ താഴവശത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ചെവിയുടെ താഴവശം, അതായത് പെടലിയുടെ ഭാഗം, ചെവിയുടെ താഴവശം, മുകളിലോട്ടല്ല, താഴവശത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് തന്നെ കേൾക്കുന്നവരുണ്ടോ? ചെവിയുടെ താഴെ പെടലിയുടെ ഭാഗം, അവിടെ വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി. ഒരാളോ ഉള്ളോ? രണ്ട്. ഒന്ന് കൈ എടുത്ത് വെക്കാവോ? മ്യൂട്ട് മാറ്റല്ലേ. ഒന്ന് കൈ എടുത്ത് വെച്ചേ പ്രിയരെ, ഒന്ന് കൈ വെച്ച്. എന്റെ യേശുവേ, കൈയോടെ വെച്ച്. എന്റെ കർത്താവേ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എന്റെ രോഗം മാറാൻ വേണ്ടി വില യേശു കൊടുത്തെന്ന് പറ. യേശുവിന്റെ അടിപ്പിണരുകളാൽ, തിരുമുറിവിനാൽ എന്റെ ഈ വേദന മാറിയിരിക്കുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ലെന്ന് പറ. ആത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. എന്റെ യേശുവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രിയമക്കൾക്ക് വേണ്ടി അത്ഭുതത്തെ ഡിക്ലെയർ ചെയ്യുന്നപ്പോ ആ രോഗസൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. ആ ശരീരത്തിന്റെ മേൽ, ആ പെടലിയുടെ മേൽ, ഞരമ്പിന്റെ മേൽ വേദനകളെ യേശു വഹിച്ചതുകൊണ്ട്, യേശു ചുമന്നതുകൊണ്ട് കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ ആത്മാവിന്റെ തീ അവിടെ കത്തുന്നല്ലോ. Healing power is moving in the name of Jesus Christ. The power of healing is moving. ആ കൈ അവിടെ വെച്ച് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, ആ വേദനയെ വേരോടെ പിഴുതു മാറ്റുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ അപ്പ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദിയപ്പ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ? എന്തുവാ അവിടെ വ്യത്യാസം? ഒന്ന് ചെക്ക് ചെയ്താ. പെടലി തിരിച്ചു മറിച്ചു നോക്കിക്കേ. ആ പെടലി ഒക്കെ തിരിച്ചു മറിച്ചു നോക്കിക്കേ. എന്തുവാ വ്യത്യാസം? പ്രാർത്ഥിക്കുമ്പോ ഒരു ഭാരം വന്നിട്ടുണ്ടായിരുന്നു കഴുത്തിന്. ഇപ്പൊ എങ്ങനെയുണ്ട് കഴുത്തിന്? റിലീസായി ബ്രദറെ. ഇപ്പൊ റിലീസായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. അടുത്ത ആള് ചെക്ക് ചെയ്തേ. അതുപോലെ വലത്തെ കൈയുടെ മുട്ടിന് എല്ലിന് വേദന ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഈ ഇടത്തെ കൈക്ക് നീർക്കെട്ടുണ്ട്, അത് പോയിട്ടില്ല. എന്നാ വലത്തെ കൈ ആ സൗഖ്യമായ കൈ വെച്ചുകൊണ്ട് തന്നെ അപ്പുറത്തെ കൈയെ കൈ വെച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഈ കൈയോട് ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യം എന്റെ അവകാശമാണെന്ന് കൽപ്പിച്ച് ആ സൗഖ്യം നടന്ന കൈ എടുത്ത് വെച്ച് ആ സൗഖ്യം നടക്കാത്ത കൈയുടെ മേലോട്ട് വെച്ചിട്ട് കൽപ്പിച്ച്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പാ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. കേട്ടെ, ഇന്ന് ആ വേദന, ഇപ്പൊ പെടലി വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാര്, പ്രാർത്ഥിച്ച ആൾക്കാര്, ചെക്ക് ചെയ്തവര് ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ, വേഗത്തിൽ മ്യൂട്ട് മാറ്റിക്കേ. എന്നാ വ്യത്യാസം കഴുത്തേല്? എന്നാ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക്? അയ്യോ, എന്തേ പ്രാർത്ഥിച്ചവരെന്തേ? പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം? കുറച്ച് വ്യത്യാസമുണ്ട് ബ്രദർ. കുറച്ച് വ്യത്യാസം. നല്ല വേദനയായിരുന്നു. ഇപ്പൊ ഏതാ? കഴുത്തിന്റെ അവിടുന്ന് വേദനയായിരുന്നു. ഇപ്പൊ ശകലം വ്യത്യാസമുണ്ട് ബ്രദർ. വ്യത്യാസം വന്നു കഴിഞ്ഞു.
വ്യത്യാസം വന്നവര് ആളി കത്തിക്കുക. സൗഖ്യം നടന്നവര് കഠിന വേദനയ്ക്കകത്തുനിന്ന് വ്യത്യാസം വന്നവര് വേണം പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. അടുത്തയാള് ചെക്ക് ചെയ്തേ. എനിക്ക് കുറച്ച് കുറവുണ്ട് പാസ്റ്ററെ. കുറച്ച് കുറവുള്ളവര് ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് പൂർണ്ണ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ. കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പൂർണ്ണ സൗഖ്യം വേണം പറ. വേണം 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 പൂർണ്ണ സൗഖ്യം വേണം. പൂർണ്ണ സൗഖ്യം വേണം. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള് ചെക്ക് ചെയ്തേ. പറഞ്ഞുകൊണ്ടിരുന്നേ. ഇതിനുശേഷം ഞാൻ ചോദിക്കുവേ. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വ്യത്യാസം വന്നു, എനിക്കൊരു അത്ഭുത സൗഖ്യം, പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? എന്റെ ശരീരത്തിൽ പൂർണ്ണമായൊരു വ്യത്യാസം വന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതിന്റെ അകത്ത്? കേൾക്കുന്നുണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ 6301 എന്റെ മോന്റെ ബർത്ത്ഡേ നമ്പറാ ബ്രദറെ. 63 വട്ടത്തുള്ളത് 01 എന്നുള്ളത് എന്റെ മോന്റെ ബർത്ത്ഡേ നമ്പർ. അവൻ ഒരു 6 മാസമായിട്ട് ജോലിക്ക് വേണ്ടി നോക്കിയിട്ടിരിക്കും, ഒന്നും ശരിയാകുന്നില്ല ബ്രദറെ. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ. ഒരേ ആലോചന ഒരേപോലെ വരുന്നവര് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന്റെ അത്ഭുതം കർത്താവ് അവിടെ വെളിപ്പെടുത്തും കേട്ടോ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. ബ്രദറെ, റോസപ്പൂവിന്റെ പടമുള്ള ഒരു ബുക്ക് എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ വീട്ടിലുണ്ട് ബ്രദറെ. ഞാൻ അതിന്റെ തൊട്ടടുത്ത് അലമാരിയുടെ തട്ടയില് വാച്ചും ഉണ്ടായിരുന്നേ. ഞാനത് ഏറ്റെടുക്കുവാണ്. മോന്റെ വാച്ചാണേ. ഈ റോസാപ്പൂവിന്റെ ചിത്രമുള്ള ബുക്ക് സിസ്റ്ററുടെ വീട്ടിലല്ലേ? അതെ അതെ, ബുക്ക് എന്റെയാണ്, വാച്ച് മോന്റെയാണ്. ഈ ബുക്കിന്റെ അടുത്തുള്ള വാച്ചാ ഞാൻ കണ്ടത്. ആ വാച്ചിന്റെ ഉടമസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയ നിയോഗം. അപ്പൊ ആ വാച്ചിന്റെ ഉടമസ്ഥ മോനാ അല്ലേ? അതെ. ഇന്ന് കർത്താവ് തൊടുക കേട്ടോ സിസ്റ്റർ. ഞങ്ങൾക്ക് ഈ ബുക്ക് വല്ലതും കാണാൻ വല്ല വഴി ഉണ്ടായിരുന്നോ ഈ പറയുന്നതിന് മുമ്പ്? കർത്താവ് നമുക്ക് പ്രൂഫ് നമുക്ക് തരുന്നുണ്ടോ? യേശു മകനെ തൊടുക കേട്ടോ. കർത്താവ് അവനെ സ്പർശിക്കുക. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാവുക സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. മറ്റാരെങ്കിലും സൗഖ്യം പറയാനാണോ? ഹലോ, പറഞ്ഞു ബാലകൃഷ്ണനാണ്. പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ കേൾക്കാറ്. ഞാനിപ്പം വണ്ടി ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. എനിക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ നേരത്തെ ഈ ചെവിയുടെ താഴെയായിട്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചു നോക്കി. അപ്പൊ ഇപ്പൊ എനിക്ക് ആ വേദനയില്ല. ദൈവം കർത്താവ് പൂർണ്ണമായിട്ട് മാറ്റി. എന്ന് തുടങ്ങിയ ബ്രദറെ വേദന? ഇത് ഏതാണ്ട് ഒരു മാസം കൊണ്ട് എനിക്ക്. അതായത് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ കൂടുതൽ വേദന. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് തല ഉയർത്തി വയ്ക്കാൻ നേരത്തെ വേദന ഉണ്ട്. ഇപ്പൊ പറഞ്ഞ കണക്ക് ഇപ്പടയിലേക്ക് ചെവിയിൽ താഴെ പെടലിൽ സൈഡിലായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്ന് എനിക്കിത് കേൾക്കാൻ ഞാൻ ഷോപ്പ് അടച്ചാൽ ഞാൻ എന്റെ ഹെൽമെറ്റ് സൈഡിൽ വെച്ച് ഞാൻ കേട്ടോണ്ടാണ് ഞാൻ വണ്ടിയെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ ചെവിയുടെ താഴെ പെടലിലേക്ക് വരുന്ന ഒരു പ്രാർത്ഥന വയ്ക്കാൻ ഞാൻ കൈ വെച്ചെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറച്ചത് ഹെൽമെറ്റ് വെച്ച് ഓടിച്ചപ്പോ ആ വേദന മാറി. തോന്നുന്നു കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് അത്ഭുതം ചെയ്ത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വേദനയായിരുന്നു അവിടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ കഴുത്തിന്റെ ചെവിയുടെ താഴോട്ട് വേദന ഉണ്ടായിരുന്നു. അത് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമായിട്ട് മാറി. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി പ്രിയരെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ബാക്കി സാക്ഷ്യങ്ങള് നിങ്ങൾ പിന്നീട് പറയുക, നാളെ തന്നെ പറയുക. ചെക്ക് ചെയ്യണം പ്രിയരെ, ചെക്ക് ചെയ്തേ